വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർമാരെ, ആരാധരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികൾ ശ്രീ വി മുരളീധരൻജി ഉൾപ്പെടെയുള്ളവർ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത കേരളത്തിന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ദ്രോഹിക്കുന്ന കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വളരെ ശക്തമായ തിരിച്ചടി നൽകുവാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കണം ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ഈ വാർഡ് വിഭജനം നടന്നല്ലോ. വാർഡ് വിഭജനം നടന്നപ്പോഴേക്കും അവരുടെയൊക്കെ തന്നെ വീട് നമ്പർ മാറിയിരിക്കുക. കഴക്കൂട്ടത്ത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്തതുകൊണ്ട് BJP ലീഡ് ചെയ്ത ആറ്റിങ്ങിലും നമ്മൾ നന്നായിട്ട് പലയിടത്തും ലീഡ് ചെയ്തു. ആ വാർഡുകളെയൊക്കെ തന്നെ വെട്ടിമുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി CPM കേരളത്തിലെടുത്ത തീരുമാനം കാരണം എല്ലാ വാർഡുകളും വിഭജിച്ചപ്പോഴേക്കും വീടുകളുടെ നമ്പർ മാറി. ജനങ്ങൾക്ക് ഇന്ന് പുതിയ നമ്പർ ഇട്ട് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിരവധി വർഷങ്ങളെടുക്കും അത് പൂർത്തിയാകാൻ. ഞാനിത് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുവാൻ കാരണം, ഈ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്തുണ്ടാക്കിയതിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന LDFന്റെ MLA. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകൾ വിഭജനം നടന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ വാർഡ് വിഭജനം നടത്തിയത് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ വാർഡുകളൊക്കെ നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നു ജനങ്ങളെയൊക്കെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് വലിച്ചടിപ്പിച്ചത്. എന്താ സംഭവിച്ചത്? 28 വാർഡുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ 14 വാർഡുകളിൽ BJPയെ വിജയിപ്പിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിവിടെ അവസാനിക്കരുത്. മറിച്ച് അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കണം. മുരളീധരൻ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന 3 LDFന്റെ സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 2 പേർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർമാരായിരുന്നു. അതിൽ കഴക്കൂട്ടത്തെയും നേമത്തെയും സ്ഥാനാർത്ഥികൾ ഈ മന്ത്രിമാരായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പല തവണ MLA ആയിരുന്നു. ശിവൻകുട്ടിയും പലതവണ MLA ആയിരുന്നു. VK പ്രശാന്ത് ഒന്നിൽ കൂടുതൽ തവണ ജയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞൊരു 30-40 വർഷം കൊണ്ട് ഇവർ 3 പേരും അധികാരത്തിന്റെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഒന്നുകിൽ MLA, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ മേയർ, അങ്ങനെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗമായിരുന്നു ഇവർ. കഴിഞ്ഞ ഒരു 40 വർഷം തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി ഇവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഒരു MLAയുടെ ഫണ്ട് വാങ്ങി വാർഡ് മണ്ഡലത്തിൽ ചെലവഴിക്കുക എന്നുള്ളതിലപ്പുറം എന്താണ് ചെയ്തിട്ടുള്ളത്? കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ LDFന്റെ സ്ഥാനാർത്ഥി ഒരു കാര്യം ഈ മണ്ഡലത്തിന്റെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കുളത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിന് ഇദ്ദേഹം മറുപടി പറയണം. ഇദ്ദേഹം എന്താണെന്നറിയോ ചെയ്തത്? കുടിവെള്ള പ്രശ്നം രൂക്ഷമായപ്പോഴേക്കും കോർപ്പറേഷൻ കൗൺസിലർമാരെ വിളിച്ചിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് പറയുകയാണ്, കോർപ്പറേഷന്റെ ടാങ്കർ വെള്ളം ഒപ്പിച്ച് എത്തിച്ചു കൊടുക്കണം. അതിന് താങ്കളുടെ ഉപദേശം വേണ്ട, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിൽ നിന്നും 400 ലിറ്റർ വെള്ളം ലീക്കാവുകയാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ സംസാരിച്ചിട്ടോ ജനങ്ങളോട്? 1000 ലിറ്റർ വരുമ്പോൾ 400 ലിറ്റർ വെള്ളവും പൈപ്പ് പൊട്ടി ലീക്കായി ഭൂമിക്കടിയിൽ പോവുകയാണ്. അതുകൊണ്ടാണ് പ്രഷർ കുറയുന്നത്. ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരണം ലഭിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് വാട്ടർ അതോറിറ്റിയുമായും എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ട് ഈ വിഷയം പഠിച്ചു വച്ചിരിക്കുക. അതായത് 1994 അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ കാലാവധി കഴിഞ്ഞ് അത് കംപ്ലൈന്റ് ആകുമെന്ന് അന്ന് തന്നെ അറിയാമായിരുന്നു. അതിനർത്ഥം 25 വർഷം കഴിയുമ്പോഴേക്കും പുതിയ പൈപ്പ് ലൈൻ ഇടണം.
എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് നാട് ഭരിക്കുന്നതെങ്കിൽ അവർ പഴയ പൈപ്പിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ സംവിധാനം ഒരുക്കും. ഇന്നും അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുതിയ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കടകംപള്ളി സുരേന്ദ്രന്മാർ കഴിഞ്ഞ 30-35 കൊല്ലം എന്തു ചെയ്യുകയായിരുന്നു ഈ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ നികുതി പണവും കൊണ്ട്? മറുപടി പറയണം. ആ രീതിയിലുള്ള ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരു കാര്യം തീരുമാനിച്ചു. എല്ലാ ദിവസവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 മണി മുതൽ 5 മണി വരെ മേയർ സാധാരണക്കാരായ ജനങ്ങളെ കാണണം. എല്ലാ കൗൺസിലർമാരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എല്ലാ ദിവസവും ഇന്ന് വരെ 3 മണി മുതൽ 5 മണി വരെ ഞാൻ അവിടെ ഉണ്ടാകും. എല്ലാവരും കാണാൻ വരാറുണ്ട്. വരുന്നവരിൽ ഒരു 30 മുതൽ 35% വരെ ആൾക്കാർ വീടില്ലാത്തവരാ. ചിലർക്ക് സ്ഥലമുണ്ട്, വീട് വയ്ക്കാൻ പൈസയില്ല. ചിലർക്ക് സ്ഥലവുമില്ല, വീടുമില്ല. അങ്ങനെയുള്ളവർ ഞങ്ങൾ ആലോചിച്ചു എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴാണ് പ്രധാനമന്ത്രി ആവാസ് യോജന മുരളിയേട്ടൻ ഉൾപ്പെടെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതികളിലൊന്നായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 100 കണക്കിന് വീടുകൾ ഓരോ വാർഡിലും ലഭിച്ചു. 1000കണക്കിന് വീടുകൾ കോർപ്പറേഷനിൽ ലഭിച്ചു. ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിൽ ലഭിച്ചു. കോടിക്കണക്കിന് വീടുകൾ ഭാരതത്തിൽ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പല തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വാർഡ് തലത്തിൽ ഉൾപ്പെടെ വോട്ട് വർദ്ധിച്ചപ്പോൾ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രന്മാരും ചേർന്നിട്ടൊരു തീരുമാനമെടുത്തു. PMAY പദ്ധതി ഇങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ BJPയുടെ അടിത്തറ വികസിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, PMAY പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഒപ്പിടണ്ട. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ PMAY പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഒപ്പിടാത്തത്? അതുകൊണ്ടല്ലേ സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗജന്യമായി വീട് കിട്ടാത്തത്? കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ വിഹിതമിടാൻ പണമുണ്ട്, കോർപ്പറേഷന്റെ ബഡ്ജറ്റിൽ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷേ ഈ പദ്ധതിയിൽ ഒപ്പിടാത്തതുകൊണ്ട് വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയണ്ടേ? ഇതിന് വി ശിവൻകുട്ടി മറുപടി പറയണ്ടേ? ഇതിന് VK പ്രശാന്ത് മറുപടി പറയണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പദ്ധതികൾ പോലും സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി അനുവദിക്കാത്ത, സഹകരിക്കാത്ത ഒരു ഭരണകൂടമാണ് ജനാധിപത്യ കേരളത്തിൽ ഭരണം കൈയാളുന്നത്. ഇവരെ, ഈ അധാർമിക കൂട്ടങ്ങളെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഡ്ജറ്റിൽ 50% വില കുറച്ച് ഈ കോർപ്പറേഷനിലെ 101 വാർഡുകളിലും മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 50% വില കുറച്ചുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, രക്തപരിശോധന നടത്തുവാൻ വേണ്ടിയിട്ട് 50 ലാബുകൾ തിരുവനന്തപുരത്ത് തുടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുക. പകുതി വിലയ്ക്ക് 50% നിരക്ക് കുറച്ചുകൊണ്ട് CT MRI സ്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ചെമ്പഴന്തി ഉദയൻചേട്ടന്റെ സജഷൻ, ഈ കാണുന്ന ബിൽഡിംഗിൽ, നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിംഗ് ആണ്, കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ്, അവിടെ തുടങ്ങണമെന്നാണ് അദ്ദേഹത്തിന്റെ, അതായത് കഴക്കൂട്ടം മണ്ഡലത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് പറയുകയാണ്. തീർച്ചയായിട്ടും അതുൾപ്പെടെ നമ്മൾ പരിഗണിക്കുമെന്നാണ് ഞാൻ അവസരത്തിൽ പറയുവാനുള്ളത്. തുടങ്ങാൻ പോവുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ ഇവിടെ ആകാമായിരുന്നല്ലോ, ഇവർ ഭരിച്ച സമയത്തും ആകാമായിരുന്നല്ലോ. അപ്പോൾ സ്കാനിംഗ് സെന്ററുകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന വിഹിതം വാങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ തന്നെ തടസ്സപ്പെടുത്തുവാനും തുരങ്കം വയ്ക്കുവാനും ശ്രമിച്ച 45 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളത്. വി മുരളീധരൻജി വിജയിക്കേണ്ടതിന്റെ ആവശ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകത്തിലേക്ക് ഞാൻ വരാം. ഒരു കോർപ്പറേഷന്റെ ഭരണം കിട്ടിയപ്പോൾ തന്നെ 3 മാസം കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചെറിയൊരു പരിശ്രമം ഞങ്ങൾ നടത്തിയ സമൂഹത്തിനോട് കാണിച്ചു. മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു പിടി MLA കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ കേരളത്തിൽ ശക്തമായിട്ട് അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2016 സാധിക്കാത്ത കാര്യമാണിത്. 2016 കൈവിട്ടു പോയ, ചെറിയ വോട്ടിന് കൈവിട്ടുപോയി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, 2016 കേരള രാഷ്ട്രീയമല്ല ഇന്നത്തെ കേരള രാഷ്ട്രീയം. 2016 കഴക്കൂട്ടത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. 2016 വി മുരളീധരൻജി അല്ല ഇന്നത്തെ വി മുരളീധരൻജി. വിജയകരമായി നരേന്ദ്രമോദി ഗവൺമെന്റ് 5 വർഷം ഭരിച്ചപ്പോൾ ആ ഭരണത്തിന് ഏറ്റവും ശക്തമായിട്ട് നേതൃത്വം കൊടുത്ത വിദേശകാര്യ വകുപ്പിനെ നയിച്ചയാളാണ് വി മുരളീധരൻജി. മറ്റൊന്നുകൂടി ഞാൻ പറയാം, അത് വേറെ നിലവാരത്തിൽ ചിന്തിച്ചാൽ മതി. 2016 കടകംപള്ളി സുരേന്ദ്രൻ അല്ല ഇപ്പോഴത്തെ കടകംപള്ളി സുരേന്ദ്രൻ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് നമുക്ക് കുറഞ്ഞുപോയ ഒരു 6000-6500 വോട്ട്
പലിശയും പലിശയും അടക്കം പിടിക്കുവാൻ വേണ്ടിയിട്ട് നേടുവാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകണം. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ അവിശ്വാസികളെ കയറ്റുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരി ഇനി ഈ നാടിന് ആവശ്യമാണോ എന്ന് ചിന്തിക്കണം. ശബരിമലയിലെ സ്വർണം കട്ടപ്പോഴേക്കും അതിനെ അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്ന ഒരു ഭരണാധികാരി ഈ നാട്ടിന് ആവശ്യമാണോ വേണ്ടേ എന്നുള്ള കാര്യം എല്ലാ വീടുകളിലും ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പും ഈ അവസരവും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ കോർപ്പറേഷന്റെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടി, ഞങ്ങളെ ഒന്ന് കൈതാങ്ങി സഹായിക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായ ശബ്ദങ്ങൾ കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളുണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ ഞങ്ങൾക്ക് നേടിയെടുക്കുവാനുണ്ട്. തീർച്ചയായിട്ടും വി മുരളിയുടെ ഉൾപ്പെടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും കോർപ്പറേഷൻ ഒരു സഹായമായിട്ട് കഴക്കൂട്ടം മണ്ഡലത്തിലൊരു MLA ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൊടിയ അഴിമതിയാണ്, വൻപിച്ച അഴിമതി. സത്യത്തിൽ ഓരോ ദിവസവും കേൾക്കുമ്പോഴേക്കും ഇത്രയും വലിയൊരു കൊള്ളസംഘത്തിന്റെയൊക്കെ മുകളിലാണോ ഞങ്ങളൊക്കെ ചെന്ന് ഇരിക്കുന്നത് എന്നുള്ള ആശങ്കയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം കൊതുകിനെ പിടിക്കുന്നതിൽ അഴിമതി, നായ വന്ധ്യംകരിക്കുന്നതിൽ അഴിമതി, മാലിന്യം എടുക്കുന്നതിൽ അഴിമതി, മാലിന്യം കൊടുക്കുന്നതിൽ അഴിമതി, സകല കാര്യങ്ങളിലും അഴിമതിയും കമ്മീഷനും വാങ്ങുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു കഴിഞ്ഞ 45 കൊല്ലം. നല്ല ഉദ്യോഗസ്ഥരാ, സകലരെയും വലിയൊരു ശതമാനം ഉദ്യോഗസ്ഥരെയും കള്ളം പഠിപ്പിച്ചിരിക്കുക, വളരെ വലിയൊരു ശതമാനം ഉദ്യോഗസ്ഥരെയും കള്ളം പഠിപ്പിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ചെമ്പഴന്തി ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ രാവിലെ 5:50 ഞങ്ങൾ എല്ലാ സോണലിലും പോയി. മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ തന്നെ 6 മണിക്ക് ഡ്യൂട്ടി ഹാജരായിട്ട് ചെന്നപ്പോഴേക്കും പല സ്ഥലത്ത് നടന്ന കഥകളൊക്കെ തന്നെ ഞങ്ങൾ സർക്കുലറായിട്ട് അവരോട് അയച്ചിട്ടുണ്ട്. അവർക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു വാർണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആയിരുന്നു, ഞാൻ പറഞ്ഞു, ഇതൊക്കെ 45 വർഷം മുമ്പായിരുന്നു. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുക. ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം അതുവഴി പോയപ്പോഴാണ് ഒരു കാർ ഡ്രൈവർ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്, സാറേ ഒരു ഓൾട്ടോ കാർ അവിടെ ഇടാൻ വേണ്ടി 400 രൂപ ഒരു ഓൾട്ടോ കാർ ഇടാൻ വേണ്ടി. അന്ന് രാത്രി ഒരു വനിത പറയുകയാണ് അവരുടെ ഭർത്താവിന്റെ കാറ് ഗാന്ധി പാർക്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി 750 രൂപ. പിറ്റേ ദിവസം രാവിലെ അവിടെ SMV സ്കൂളിന്റെ അവിടെ അതുവഴി പോയപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരുന്നു. ഞങ്ങൾ SMV സ്കൂളിലേക്ക് ചെന്നു. ഒരു ബസ് രാവിലെ 8 മണിക്ക് വന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കാൻ വന്നപ്പോൾ 1000 രൂപ, 3 മണിക്കാണ് എടുക്കണമെങ്കിൽ 1500 രൂപ. ഞങ്ങളിങ്ങനെ വിളിച്ചു, ചോദിച്ചു, ആ റെസിപ്റ്റ് ഇതാ. ഒരു റെസിപ്റ്റ് PTA എന്നാ, ശിവൻകുട്ടി ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പില്ല, PTA എഴുതിയിരിക്കുന്നു. ഞാൻ ചോദിച്ചത് സീലില്ലല്ലോ, കോർപ്പറേഷന്റെ സീലില്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ സീലില്ല, ഒന്നുമില്ല. ഇതിന്റെ തറവാട്ട് സ്വത്താണ് സ്കൂളിന്റെ കോമ്പൗണ്ട്. ബസ്സിട്ടങ്ങ് വാടക പിരിക്കുക. എല്ലാരെയും വിളിച്ച് പോക്കറ്റിൽ തട്ടി നോക്കിയോ പ്രിയപ്പെട്ടവരെ 500ന്റെ നോട്ടുകൾ കെട്ടി അടുക്കി വെച്ചിരിക്കുക. സകല എണ്ണത്തിനെയും വിളിച്ച് പൈസ എല്ലാം വാങ്ങിച്ചിട്ട് ഡ്രൈവർമാർക്ക് തിരിച്ചു കൊടുത്തു. അവർ പറയുക ഇതെല്ലാ വർഷവും ചെയ്യുന്ന ഇതാന്നാ പറയാം. ഞാൻ നടക്കില്ല, അവസാനിച്ചു, ആ യുഗം കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ കൊള്ളക്കാരുടെയോ തിരിച്ചു വരാത്ത തരത്തിലേക്ക് തിരുവനന്തപുരത്തെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ജനാധിപത്യ കേരളം അതിനനുകൂലമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കരുത്തരായ 14 കൗൺസിലർമാരായിരുന്നു തരുന്ന പിൻബലം ചെറുതല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മിടുമിടുക്കുകളും മിടുക്കന്മാരുമായിട്ടുള്ള കൗൺസിലർമാർ ചെമ്പഴന്തിയുടെയൊക്കെ നേതൃത്വത്തിൽ ആ ഭരണരംഗത്ത് അണിനിരക്കുമ്പോഴേക്കും സകല അഴിമതിക്കാരും ഭയപ്പെട്ട് കൂടിനുള്ളിൽ ഒളിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. വി മുരളീധരൻജി ഉൾപ്പെടെ ഉള്ളവർ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിലൊക്കെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട്. അങ്ങനെ ഊതി അതും കൂടെ പോകും. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ വളരെ വലിയ ചലഞ്ചാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ശക്തമായിട്ട് നിയമസഭയിൽ ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളുടെ ശബ്ദമാകുവാൻ വേണ്ടി മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ളവരുണ്ടാകണം. ഡൽഹിയിൽ സഹായത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഞങ്ങളെ ഡൽഹിയിൽ കൊണ്ടുപോയി ഇതൊക്കെ നടത്തിത്തരാൻ വേണ്ടി മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒരു MLA ആയിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തിന് കിട്ടുന്ന, കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഇപ്പോൾ 140 സീറ്റാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഒരു 250 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരെയും പിടിച്ചുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാർ നടക്കുന്നത്. 18 വയസ്സായ ആൾ മുതൽ 80 വയസ്സായ ആൾക്കാർ വരെ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. UDF-ന് വലിയ സാന്നിധ്യവും സ്കോപ്പും എന്നുള്ള മണ്ഡലമല്ല തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും. കഴക്കൂട്ടത്ത് നടക്കുന്നത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് വന്നതോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. UDF-ന്റെ നേതാക്കന്മാരോട് കഴിഞ്ഞ 10 വർഷമായിട്ട് VD സതീശൻ ഏതെങ്കിലും ഒരു ദിവസം സമരം ചെയ്ത്, പിണറായി വിജയനെ സമരം ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഒരൊറ്റ ദിവസമെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല ഒരു ദിവസം 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ സമരം ചെയ്ത് ഒരു ദിവസമെങ്കിലും രമേശ് ചെന്നിത്തല ജയിലിൽ കിടന്നിട്ടുണ്ടോ? 10 വർഷത്തെ, ഒരു ദിവസത്തെ അല്ല. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രന്മാരും കാണിച്ച എല്ലാ അഴിമതികൾക്കും എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്ത ഒരവസ്ഥയായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. ഈ പ്രതിപക്ഷം കൊടുത്ത ഒരു സമ്പൂർണ്ണ പിന്തുണയായിരുന്നു പിണറായി വിജയന് ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ജനാധിപത്യ കേരളത്തിൽ ഇടം കൊടുത്തത്. ഇനിയുള്ള 10 ദിവസം വളരെ സജീവമായി കഴക്കൂട്ടം മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ള പ്രശ്നം, തെരുവുനായ് പ്രശ്നം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായുള്ള പ്രചരണമായി മാറിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ പോകുന്ന നിയോജക മണ്ഡലം കഴക്കൂട്ടം നിയോജക മണ്ഡലമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPM-ന് കഴക്കൂട്ടത്തിനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. CPM-ന്റെ കണക്കുകൂട്ടലുകൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളെ 28 വിഭജിച്ചു കഴിഞ്ഞാൽ അതിൽ 20 വാർഡും CPM-ന് ജയിക്കാമെന്നുള്ള ധാരണയായിരുന്നു അവർക്കുണ്ടെങ്കിൽ ആ ധാരണ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലം. ആ ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ശക്തമായ സാന്നിധ്യമായിട്ട് പ്രതിഫലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് V. മുരളീധരൻജിക്ക് താമര അടയാളത്തിൽ ഒരിക്കൽ കൂടി വോട്ട് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.